തിരുവനന്തപുരം പൂജപ്പുരയിൽ വൃദ്ധയുടെ മാല പൊട്ടിച്ചെടുത്ത കള്ളനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയ ട്രാഫിക് പോലീസുകാർക്ക് പോലീസിന്റെയും നാട്ടുകാരുടെയും ആദരം. കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി വിവരം നൽകുന്ന നാട്ടുകാർക്ക് പ്രത്യേക പുരസ്കാരം നൽകുന്ന പദ്ധതിക്കും സിറ്റി പോലീസ് തുടക്കം കുറിച്ചു. ബുധനാഴ്ചയാണ് തിരുവനന്തപുരം പൂജപ്പുരയിൽ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ വൃദ്ധയുടെ അടുത്ത് വഴി ചോദിക്കാനെന്ന പേരിലെത്തി മാല പിടിച്ചുപറിച്ച് കള്ളൻ കടന്നു കളഞ്ഞത്. രാവിലെ 10-ന് മോഷണം നടന്നെങ്കിൽ ഉച്ചയ്ക്ക് 2:30-ക്ക് മോഷ്ടാവ് സജീവ് പിടിയിലായി. മ്യൂസിയം സ്റ്റേഷൻ പരിസരത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബിജുകുമാറിന്റെയും ട്രാഫിക് കൺട്രോൾ റൂമിലെ ശരചന്ദ്രന്റെയും അതിവേഗ ഇടപെടലാണ് കള്ളനെ കുടുക്കിയത്. റെസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ച് പോലീസ് ഇരുവരെയും ആദരിച്ചു. സുരേന്ദ്രൻ IPS അവരുടെയും സാദരം ക്ഷണിക്കുകയാണ്. കള്ളനെ കുടുക്കിയ കഥ പറഞ്ഞത് നാട്ടുകാർക്കും കൗതുകമായി. കനകുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ വെച്ചതാണ് കള്ളന് വിനയായത്. വാഹനത്തിൽ ഇതെന്റെ വാഹനമാണെന്ന് പറഞ്ഞ ഒരാളാണ് വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എന്നെക്കാൾ വലിയ ആരോഗ്യവാൻ ഇതൊക്കെ ഉള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ പറയുന്നതിന് വാഹനം ഇവിടെ നോർത്ത് പാർക്കിംഗ് സെൻറ്റർ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാനും ആ GD മാത്രം ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ അത്ര വലിയ ആരോഗ്യമുള്ള ഒരു കക്ഷിയില്ല. അപ്പോൾ ഇയാൾ തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ തന്നെ ഞാനത് കൺട്രോളിൽ വിളിച്ചിട്ട് അപ്പോൾ നയപരമായിട്ട് അയാൾ ആരോഗ്യമായി നേരിടാതെ അയാളകത്ത് കയറ്റാൻ നമ്മളാണ്. സജീവ് പിടിയിലായതോടെ തിരുവനന്തപുരം നഗരത്തിൽ 2 ആഴ്ചക്കിടെ നടന്ന 4 കേസുകൾക്കും തുമ്പായി. മീഡിയ 1 തിരുവനന്തപുരം.